കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2-ാം വാക്യം വരെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സമാധാനം ഉണ്ട്. 2-ാം വാക്യം, നാം നൽകുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ റോമാലേഖനം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ റോമാലേഖനം തൻ്റെ വിശുദ്ധന്മാർക്ക് എഴുതി പറയുന്ന ഒരു സന്ദേശമാണ് പൗലോസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കണം. അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം വിശ്വാസത്താൽ ഒരു നീതീകരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. അത് എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ നാം ഉറച്ച് നീതീകരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തോട് അടുത്ത് ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു നമുക്ക് ദൈവത്തോട് സമാധാനം തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സമാധാനം, ആശ്വാസം തരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. ആ കർത്താവ്, ആ ദൈവം നമുക്ക് സമാധാനം തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമാധാനമുണ്ട്. നാം നൽകുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, കർത്താവായ യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധിയാൽ നിൽക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ, തൻ്റെ ഭക്തകളെ, ഹല്ലേലൂയ, കൃപയാൽ, എന്താണ് വിശ്വാസം? കൃപയാൽ, വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ മഹത്തായ തേജസ്സും പ്രത്യാശയും നാം ഉറച്ചു നിൽക്കുമ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് ഒരു പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോട്, നീതിയോട്, നിഷ്കളങ്കതയോടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെതായ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെതായ പ്രത്യാശയിൽ നാം പ്രശംസയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പ്രശംസയുണ്ടായിരിക്കണം. നമുക്ക് ഒരു ഉയരത്തിൽ നിന്നൊരു ശക്തിയിൽ നമുക്ക് പ്രശംസയുണ്ടായിരിക്കണം. ഉണർവിൽ നമുക്ക് പ്രശംസ ഉണ്ടായിരിക്കണം. അങ്ങനെ സകലത്തിലും ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിലും നമുക്ക് പ്രശംസ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഈ വചനത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കണം. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലായിടങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നീതിയും വിശുദ്ധിയും നമ്മുടെ മുമ്പിൽ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ, ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ പകരുവാൻ, കർത്താവ് മൂലം, ആ കർത്താവായ യേശു ക്രിസ്തു മൂലം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകണം നമ്മൾ ഉറച്ച സ്ഥിരതയോടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെതായ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വവും നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. അപ്പോൾ വിശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുങ്ങി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മറ്റൊന്നും കാണുന്നില്ല. എപ്പോഴും വിശുദ്ധിയാണ്. വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നാം ആയിരിക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് നമ്മൾ ഉപവാസം നമ്മൾ ക്രമീകരിക്കുന്നത്. അതെന്താണ്? ദൈവത്തോട് അടുക്കുവാൻ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ നിൽക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം പകരുവാൻ, ശാന്തി പകരുവാൻ, പ്രൈസ് ദി ലോർഡ്, നഷ്ടപ്പെട്ടുപോയ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരികെ പിടിക്കുവാൻ. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെതായ കൃപ. ആ കൃപയാൽ വിശുദ്ധിയോട് നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി
കരുതുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ആ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാവും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് പറ, കർത്താവേ കൃപയാൽ എന്നെ വഴി നടത്തുമാറാകണമേ. അങ്ങ് കർത്താവിൻ്റെ രക്ഷ എൻ്റെ കൂടെ ഇരിക്കണമേ, രക്ഷകനായി എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് കൃപയോടുകൂടെ നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ പറ, കർത്താവായ ദൈവമേ, എന്നെ വിശ്വാസത്താൽ എന്നെ നീതീകരിച്ച് എൻ്റെ കർത്താവ് മൂലം എനിക്ക് സമാധാനവും ശാന്തിയും തരണമേ എന്നും ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുമാത്രമല്ല, വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എനിക്ക് വിശ്വാസത്താൽ സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം എൻ്റെ ദൈവം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമുക്ക് പ്രവേശനം തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിന്നെ തേജസ്സിൻ്റെതായ പ്രത്യാശ നമ്മളിൽ ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.